ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2-3 ദിവസമായെങ്കിലും നമ്മൾ ഇതുവരെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനോ അല്ല അങ്ങനെ കുറേ സമയം പുറത്ത് നിൽക്കാനോ നിന്നിട്ടില്ല. എന്ത് വെച്ചെങ്കിൽ ഇവിടുത്തെ തണുപ്പ് കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് റൂമിലോട്ട് പോകാൻ നോക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് രാത്രിയാകുമ്പം പുറത്തിറങ്ങി. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഈ ജൈൻ വില്ലിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോഴേ വിചാരിച്ചതാണ് ജൈൻ വില്ലിൽ എന്തായാലും കയറണമെന്ന്. ഇവിടെ മൊത്തത്തിൽ 2 ജൈൻ വില്ലുണ്ട്. ഒന്ന് കൊക്തബേലുണ്ട്, പിന്നെ ഒന്ന് മെഗാ മോളിലാണ്. കൊക്തബേലുള്ളത് കുറച്ച് ചെറിയത്, ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്, ഈ ജൈൻ വില്ലിൽ കയറണമെന്ന്. അതുമല്ലാതെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ 3 മെഗാ എന്ന് പറയുന്ന മോളുണ്ട്. അത് 3ഉം ഒന്നിച്ചിട്ടാണ് ഉള്ളത്. എന്താ വെച്ചെങ്കിൽ ഇത് നമുക്കിപ്പം 3 മോളിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് വേ ഒക്കെ ഉള്ളത് കയറാനും എല്ലാം. അതുപോലെ തന്നെ ഒരേ സ്ഥലത്താണെങ്കിലും ഉള്ള മോള് 3ഉം സെപ്പറേറ്റ് ആയിട്ടാണ്. പിന്നെ മേളിലൂടെ കണക്റ്റഡ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിലൂടെ പോയിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ഞങ്ങളിപ്പം ജോയിൻറ്റ് വില്ലിൽ കയറാൻ പോയപ്പോഴും ഇവർ പറഞ്ഞത് ടിക്കറ്റ് ഇല്ല, ക്ലോസ് ആയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളിപ്പം മോളിൻ്റെ അകത്തോട്ട് പോയി. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ആദ്യം വരുന്നതുകൊണ്ട് ഈ മോളിൻ്റെ ഒക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി. അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിക്ക ആൾക്കാരും എല്ലാ ഷോപ്പിങ്ങൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളും കയറി നോക്കി, ഇപ്പം എല്ലാം വിൻ്റർ ഡ്രസ്സായിരുന്നു. നമ്മളിപ്പം അവിടുന്ന് എത്ര ഓഫറിൽ കിട്ടിയാലും നമ്മൾ അവിടുന്ന് വിൻ്ററിൻ്റെ ഡ്രസ്സ് കൊണ്ടിട്ട് നമുക്ക് എന്തായാലും നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ എന്തായാലും വിഷമത്തോടെ പുറത്തിറങ്ങിയത്, ഈ ജൈൻ വില്ലിൽ കയറാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് 2-3 ആൾക്കാർ ടിക്കറ്റ് വാങ്ങിച്ച് പോകുന്ന കണ്ടു. പിന്നെ ഞങ്ങൾ പോയിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓക്കെ ഇപ്പം നമുക്കതിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. അവർ എത്രയോ 1000 സംതിങ് അങ്ങനെ ചാർജ് ചെയ്തത്. ഭയങ്കര റേറ്റൊന്നുമല്ലായിരുന്നു, നല്ല കുറവ് റേറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ കയറിയപ്പോഴാണ് നമുക്കൊരു ഷോക്ക് പോലെ ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മളെ നാട്ടിൽ ജൈൻ വില്ല് എന്തോരം സ്പീഡിൽ അവർ കറക്കുന്നത്. പക്ഷെ അവിടെ ഭയങ്കര സ്ലോ എന്ന് വെച്ചെങ്കിൽ അത് പോകുന്നത് നമുക്ക് അങ്ങനെ അറിയത്തില്ല. അത്രയും സ്ലോ ആയിട്ടാണ് അവർ ആ ജൈൻ വില്ലിനെ കറക്കുന്നത്. ഒന്നും നമുക്കൊരു പേടിയോ ഒന്നും തോന്നത്തില്ല. ഭയങ്കര സ്ലോ വെച്ചെങ്കിൽ അത്രയും സ്ലോ. അത് നോക്കിയിട്ട് നമ്മൾ ഇവിടെ നാട്ടിലത്തെ ജൈൻ വില്ലിൽ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാവും. അതുപോലെയാണ് അവർ അത്രയും സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ എത്ര സ്ലോ ആയിട്ടാണ് ഈ ജൈൻ വില്ലിലൂടെ പോകുന്നത്. ഇത് ശരിക്കും ഇത്രയും സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ആളുണ്ടാലും ഇല്ലേലും ഈ ഒരു സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതൊന്നും വരത്തില്ല, നല്ല കൂളായിട്ട് പോയിട്ട് വരാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനടുത്ത് വേറൊരു മെഗാ മോളുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് പോയപ്പം അവിടെ കുറേ ഷോപ്പിങ്ങിൻ്റെ ഇങ്ങനെ സ്റ്റോള് പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പം അതുപോലെ കുറേ സ്റ്റോളൊക്കെ ഉള്ളത്. എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ക്യാപ്സും പിന്നെ കൂടുതലും വിൻ്ററിൻ്റെ സാധനങ്ങളായിരുന്നു ഇവിടെ. സോക്സും അതുപോലെ തന്നെ ഇത് വിൻ്ററിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും.
അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണെന്ന് വെച്ചെങ്കിൽ ലേറ്റ് ആവും തോറും തണുപ്പ് കൂടിയെങ്കിൽ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം റൂമിലോട്ട് പോകാൻ. അപ്പോൾ പിന്നെ നമുക്ക് സമയം വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങൾ ഇന്നും ടർക്കിഷ് ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിൻ്റെ വ്യൂ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മളിപ്പം എന്താ വെച്ചെങ്കിൽ എല്ലാം ഫുഡിൻ്റെ പേരാണെങ്കിലും നമുക്ക് ഒന്നും വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ആക്കിയിട്ട് അതിലിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അതിൻ്റെ ഇത് നെയിം കാണിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് മിക്കതും ഓർഡർ ചെയ്തത്. അതല്ലാത്ത ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല എന്താ ഓർഡർ ചെയ്തതെന്ന്. ആ സമയത്ത് നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുമ്പം പേര് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളൊരു സൂപ്പും വാങ്ങിച്ചു. സൂപ്പും ഇത് ഫുള്ള് വെജിറ്റബിളൊക്കെ മിക്സായിട്ട്, പിന്നെ ഇത് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഭയങ്കര ചെറിയൊരു ഇതായിട്ട് കട്ട് ചെയ്തിട്ടതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടർക്കിഷ് ഫുഡ് പൊതുവേ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ജിസും കുറച്ച് സൂപ്പ് കുടിച്ചു. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്.